ഈ CPM മുസ്ലിം ലീഗിനെ അങ്ങനെ ഒന്നും വേദനിപ്പിക്കാറില്ല. ലീഗും അതുപോലെ തന്നെയാണ്. തിരിച്ചു ഇത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന എന്തെങ്കിലുമൊക്കെ മാറ്റിമറിച്ചിലുകൾക്ക് സാധ്യതയ്ക്കാണ് വഴി കാണുന്നത്. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ രണ്ട് മുന്നണികളിൽ നിൽക്കുമ്പോൾ തന്നെ ഈ ലീഗും CPM തമ്മിൽ എന്നും ഒരു അന്തർധാര ഉണ്ടായിരുന്നു. അതിപ്പോൾ ആഭ്യന്തര വകുപ്പ് സ്ഥിരമായിട്ട് CPM ഭരിക്കുകയും കോൺഗ്രസ് ലീഗിന് വേണ്ട കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് വേണ്ട കേസുകൾ മുക്കാനും അല്ലെങ്കിൽ പ്രോസിക്യൂഷനെ ന്യൂട്രലൈസ് ചെയ്യാനും ഒക്കെ CPM ലീഗിനെ സഹായിക്കാം. കോൺഗ്രസ് UDF അധികാരത്തിൽ വരുമ്പോൾ ലീഗും ഇത്തരം കാര്യങ്ങളിൽ സഹായിക്കാറുണ്ട്. ഇവർ തമ്മിലുള്ള അന്തർധാര ഏറ്റവും ശക്തമായിട്ടുള്ളത് വിദ്യാഭ്യാസ വകുപ്പിലാണ്. കാര്യം UDF വരുമ്പോഴത്തേക്ക് എന്തായാലും ലീഗിനായിരിക്കും വിദ്യാഭ്യാസ വകുപ്പ്. പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് കാലങ്ങളായിട്ട് ഭരിച്ചു വരുന്നത് KSTA ആണ്. അപ്പോൾ KSTAയും ലീഗിൻ്റെ ചില ആൾക്കാരുമായിട്ടൊരു സൗഹൃദമുണ്ട്. KSTയുടെ മേളിൽ റഷീദ് കണിച്ചേരിയെ പോലുള്ള കുറച്ച് മുസ്ലിം നേതാക്കളെടുത്ത് മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് CPM ശ്രമിക്കുന്നതിൻ്റെ കാര്യവും അങ്ങനെയല്ല. റഷീദ് ആയാലും കണിച്ചേരി ആയാലും അവർ CPM നേതാക്കൾ CPMൻ്റെ മുസ്ലിം നേതാക്കളെ തന്നെ വിദ്യാഭ്യാസ KSTയുടെ നേതാക്കളാക്കാൻ അവരെപ്പോഴും ശ്രമിക്കുന്നതിൻ്റെ കാര്യം ഈ മുസ്ലിം ലീഗുമായിട്ടുള്ള അന്തർധാര കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ CPMഉം ലീഗുമായിട്ടൊരു അന്തർധാര എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. അത് കുഞ്ഞാലിക്കുട്ടിയുടെ കേസ് മുക്കാനായാലും ശരി തന്നെ, ചില കേസുകൾ തുറക്കാനായാലും ശരി തന്നെ, ഇതിനൊക്കെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് കാര്യം ഞാൻ നേരിട്ട് അച്യുതാനന്ദൻ്റെ മകന് എതിരായിട്ടുള്ളൊരു കേസുമായിട്ട് കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത് പോയപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത്, അല്ലേ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ പറഞ്ഞ ഞാൻ ഇങ്ങനെ തന്നെ ചോദിച്ചു, ഓനെ ഒന്ന് സസ്പെൻഡ് ചെയ്ത് കാണിക്കാമെന്ന് ചോദിച്ചു. അബ്ദുൾ റബ്ബിൻ്റെ അടുത്ത് പറഞ്ഞു ഓനെ ഒന്ന് സസ്പെൻഡ് ചെയ്ത് കാണിക്കാമെന്ന് ചോദിച്ചു. ചിരിച്ചോണ്ട് തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് പറ്റില്ല എന്നറിയാം. ഇപ്പോൾ അരുൺകുമാർ പത്മഭൂഷൺ വേണ്ട എന്ന് പറയാൻ കാരണം അരുൺകുമാർ ആഗ്രഹിക്കുന്ന മലമ്പുഴ സീറ്റാണ്. മലമ്പുഴ സീറ്റിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പത്മവിഭൂഷൺ വേണ്ടെന്ന്. ചത്തുപോയി അച്ഛന് കിട്ടിയ പത്മഭൂഷൺ കൊണ്ട് അവനെന്താ കാര്യം? അവന് കിട്ടാൻ പോകുന്ന മലപ്പുറം സീറ്റ്. ഇപ്പം നാട്ടിലൊരു ചൊല്ലുണ്ട്, തഹസീൽദാരുടെ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാവരും ചെല്ലും. തഹസീൽദാർ മരിച്ചാൽ പിന്നെ ആരെ കാണാനാണ് പോകുന്നതെന്ന് ഉള്ള ഒരു ചോദ്യമുണ്ട്. അതായത് ചത്തുപോയി അച്ഛൻ്റെ പത്മഭൂഷൺ കൊണ്ട് നമുക്ക് കാര്യമൊന്നുമില്ല. നമുക്ക് ജയിക്കാനിരിക്കുന്ന മലമ്പുഴ സീറ്റ് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ട്. അപ്പോൾ മലമ്പുഴയിൽ ഒരിക്കൽ അദ്ദേഹത്തിനെതിരായിട്ട് മത്സരിച്ചത് ഒരു മുസ്ലിം നേതാവായിരുന്നു എന്നുള്ളതാണ്. NDAയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് അഡ്വക്കേറ്റ് പേടിക്കാട് മജീദായിരുന്നു ഒരിക്കൽ. അത് അച്യുതാനന്ദനെതിരായിട്ട്. കാര്യം നല്ലവണ്ണം മുസ്ലിം പ്രാതിനിധ്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് മലമ്പുഴ മണ്ഡലം. നമ്മൾ പറഞ്ഞു വന്നത് ഈ ലീഗുമായിട്ടുള്ള ഒരു അന്തർധാര വരുമ്പോഴത്തേക്ക് അന്ന് ഈ VA അരുൺകുമാറിനെതിരായിട്ട് വന്ന കേസ് വിജിലൻസ് കോടതിയിൽ കൊടുക്കാനുണ്ടായ കാരണം CAG റിപ്പോർട്ടിൻ്റെ ബേസിലാണ്. ഞാൻ തന്നെയായിരുന്നു അതിൻ്റെ പെറ്റീഷൻ. അന്ന് 5 വർഷം ഉമ്മൻചാണ്ടി ഭരിച്ചിട്ടും അന്ന് VD സതീശനായിരുന്നു നിയമസഭാ അന്വേഷണ കമ്മീഷന്റെ ചെയർമാൻ. ഈ VD സതീശൻ വിചാരിച്ചിട്ടോ ഉമ്മൻചാണ്ടി വിചാരിച്ചിട്ടോ K മുരളീധരൻ വിചാരിച്ചിട്ടോ അരുൺകുമാറിന് ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അതിൻ്റെ കാരണം ഈ മുസ്ലിം ലീഗും CPMുമായിട്ടുള്ള ശക്തമായിട്ടുള്ള അന്തർധാര തന്നെയാണ്. അച്യുതാനന്ദനെ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന ഒരു നേതാവാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കണം. അദ്ദേഹത്തിൻ്റെ മകനെതിരായിട്ടൊരു കേസാണ് മുസ്ലിം ലീഗ് ഭരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മുൻപിലെത്തിയത്. എന്നിട്ട് ഒരു ദിവസത്തേക്ക് ഒന്ന് സസ്പെൻഷനിൽ നിർത്താൻ പോലും ആ ഗവൺമെൻറ് തയ്യാറായി. ഇപ്പോൾ ഹൈക്കോടതി ഈ VA അരുൺകുമാറിനെതിരായിട്ട് തന്നെ സ്വമേധയാ കേസെടുക്കുകയും ആ ജോലി മിക്കവാറും പോകുമെന്നുള്ളത് കണ്ടിട്ടാണ് അച്ഛൻ മരിച്ച ഒഴിവിൽ മോൻ MLA ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് ഈ ലീഗും CPMുമായിട്ടുള്ളൊരു ബന്ധം നമ്മൾ പഴയ ഒരു നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ അറക്കൽ ബീവിയെ കെട്ടാൻ അരസമ്മതം എന്ന് പറഞ്ഞ പോലെ ലീഗ് വരെയാണെങ്കിൽ പിന്നെ നമുക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ എന്നുള്ളത് തന്നെയാണ് ലീഗിൻ്റെ അപ്പോൾ CPMൻ്റെ ചോദ്യം. കാര്യം ലീഗ് വന്നാൽ നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ന്യൂനപക്ഷ വിരുദ്ധരാവില്ല. അത് പാടില്ല. എന്തെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടായാൽ ഇവർ കൂട്ടുകെട്ടാണോ ആഗ്രഹിക്കുന്നത്? ക്രൈസിസ് മാത്രമല്ല, CPM എന്ന് പറയുന്ന ഒരു പാർട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ വെർട്ടിക്കൽ സ്പ്ലിറ്റിൻ്റെ ഒരു സമയത്താണ് നമ്മൾ പോകുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുവരെയും നേരിട്ടില്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് CPM കടന്നു പോകുന്നത്. കാര്യം നമ്മൾ മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ
കണ്ണൂരിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ തൃശ്ശൂരുണ്ട് പിളർപ്പ്, ഇങ്ങറ്റത്ത് കൊല്ലത്തും തിരുവനന്തപുരത്തും വരെ പിളർപ്പുണ്ട് CPM-ന്റെ എതിരായിട്ട്. നമ്മൾ പല മാധ്യമപ്രവർത്തകരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇത്രയും കാലം പിന്തുണച്ചിരുന്ന ഹക്സറും റജീവ് ബുക്കോസും പിന്നെ ഒത്തിരി പേര്, അവർ മാത്രമല്ല ഒത്തിരി പേര്, നമ്മൾ മനു എന്ന് തുടങ്ങുകയാണെങ്കിൽ അത് കണ്ണൂരത്തെ മനു, കുഞ്ഞികൃഷ്ണൻ, നേരത്തെ CPM-ൽ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധികൾ എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രീ പിണറായി വിജയന്റെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നു. ഒരു ഒറ്റപ്പെട്ട MP രാഘവൻ, ഒരു ഒറ്റപ്പെട്ട ഗൗരിയമ്മ, ഒരു ഒറ്റപ്പെട്ട ഒഞ്ചിയം, ഇങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലായിരുന്നു ഈ നീക്കുപോക്കുകൾ നടന്നുകൊണ്ടിരുന്നത്. അവിടെയൊക്കെ ഫലപ്രദമായിട്ട് അടിച്ചമർത്താനും ആ പാർട്ടിയെ അവിടെ റിജുവിനേറ്റ് ചെയ്തെടുക്കാനും ഒക്കെ CPM-ന് ഒരു പരിധിവരെ ഡാമേജ് കൺട്രോളിന് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നടക്കുന്ന ഒരു വെർട്ടിക്കൽ സ്പ്ലിറ്റ് ഒരു ഭാഗത്ത് മാത്രമല്ല നടക്കുന്നത്, അത് തിരുവനന്തപുരത്ത് വിഷ്ണുവിൻ്റെ സഹോദരൻ്റെ തൊട്ട് മനു വരെ കണ്ണൂർ എത്തി നിൽക്കുന്ന ഒരു സമയമാണ് കാണുന്നത്. മാത്രമല്ല കാസർഗോഡും കാര്യങ്ങൾ കാസർഗോഡ് ഈ പറയുന്ന ഭാഗങ്ങൾ കല്യാശ്ശേരി, പയ്യന്നൂർ, കാസർഗോഡും പയ്യന്നൂരും തമ്മിൽ ഒരുപാട് ദൂരമൊന്നുമില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് മഞ്ചേശ്വരം തൊട്ട് വഞ്ചിയൂർ വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചില പ്രതിസന്ധികൾ നേരിടുകയും ഇലക്ഷനിൽ അവരുടെ ഒരു പരാജയം ഇമ്മിനൻ്റ് ആയിട്ട് വരികയും ചെയ്യുകയാണെങ്കിൽ, വലിയ ഭൂരിപക്ഷത്തിനല്ല UDF അധികാരത്തിൽ വരികയും ചെയ്യുകയാണെങ്കിൽ, പണ്ട് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ ലീഗ് കാണിച്ച അതേ സമ്മർദ്ദ തന്ത്രങ്ങൾ കാണിക്കുകയാണെങ്കിൽ വിട്ടുകൊടുക്കുന്ന ഒരാളല്ല VD സതീശൻ. VD സതീശനുമായിട്ട് പല കാര്യങ്ങളിലും നമുക്ക് അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിലും നമ്മൾ ലീഗിന് വഴങ്ങി കൊടുക്കത്തില്ല, ഒരിക്കലും വഴങ്ങത്തില്ല. കാര്യം നേരത്തെ വന്ന നമ്മുടെ നിലമ്പൂർ സുൽത്താന്റെ കാര്യത്തിൽ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്നും മുന്നണിയിൽ എടുക്കണമെന്നൊക്കെ ആ സമയത്ത് അവിടെ VD സതീശനാണ്. VD സതീശൻ ഒറ്റയാൾ പട്ടാളമായിട്ടാണ്. കാര്യം അന്ന് അദ്ദേഹം ചെന്നിത്തല അനുകൂലമായിരുന്നു, സുധാകരൻ അനുകൂലമായിരുന്നു, ഇവരെല്ലാം അനുകൂലമായിട്ട് പോലും VD സതീശൻ എന്ന് പറഞ്ഞ ഒരു ഒറ്റ വ്യക്തിയാണ് പറഞ്ഞത് അത് നടപ്പില്ല എന്ന് പറഞ്ഞത്. അത് ലീഗിന് ഇട്ടൊരു അടിയാണ്. അത് ലീഗിന്റെ ഒരു തട്ടവും കൂടെയാണ് അതെന്ന് ഓർക്കണം. കാര്യം ലീഗിന് അവിടെ ജയിപ്പിച്ചെടുക്കാൻ ഒരു താല്പര്യവും ഇല്ലാത്ത ഒരാളാണ് ആര്യാടൻ ഷൗക്കത്ത്. കാരണം പിന്നെ അവർക്ക് രണ്ട് കാര്യം കാലം മുതലേ അതെ, അവർക്ക് അൻവറിനെ എടുക്കുമ്പോഴത്തേക്ക് അവർക്ക് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് അൻവറെ വളർത്തുക എന്നുള്ളതും ആര്യാടിനെ തകർക്കുക എന്നുള്ളത്. അത് ആ ഒരു കാര്യത്തിന് ആ ഒരു വിട്ടുവീഴ്ചയ്ക്ക് VD സതീശൻ ഒട്ടും തയ്യാറായില്ല. അപ്പൊ അത് ലീഗിന് ഏറ്റ ഒരു വലിയ കൊട്ടാണ്. കാര്യം ഇപ്പൊ സീനിയാരിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുഞ്ഞാലിക്കുട്ടിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ VD സതീശനേക്കാളും ഒരുപാട് മുന്നിലുള്ള ഒരാളാണ്. അപ്പൊ അവരൊക്കെ VD സതീശൻ പറഞ്ഞ് കേട്ട് നിൽക്കുന്ന ഒരു അവസരം വരിക എന്ന് പറയുമ്പോഴത്തേക്ക് അത് അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. പിന്നെ ഉമ്മൻചാണ്ടിയൊക്കെ ഭരിക്കുന്ന സമയത്ത് ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ ഭരിച്ചതുകൊണ്ട് പിന്നെ മലപ്പുറം ജില്ലയിലെ ആഭ്യന്തര വകുപ്പും ഈ 19 വകുപ്പിന്റെയും മന്ത്രി കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. കാസർഗോഡും 19 വകുപ്പിന്റെ മന്ത്രി കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. അതായത് ഒരു മലപ്പുറത്തുള്ള ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ ഒരു ട്രാൻസ്ഫറുമായിട്ട് എൻ്റെ ഒരു സുഹൃത്തും ഞാനുമായിട്ട് ചേർന്ന് രമേശ് ചെന്നിത്തലയെ കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത് അത് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും കൂടെ ഒന്ന് ആലോചിക്കണം. കാര്യം ഇത് മലപ്പുറം ജില്ലയിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കണമെങ്കിൽ രമേശ് ചെന്നിത്തലയെ പോലുള്ള സീനിയർ നേതാവിന് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അടുത്ത് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ സതീശനോ അല്ലെങ്കിൽ ശശി തരൂരോ ഒന്നും പോകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അവർക്ക് ഒരു കണ്ടൂസീവായിട്ടുള്ള ഒരാളെ കിട്ടിയാലേ പറ്റത്തുള്ളൂ. അത് ഇപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്ന ആരുടെ പേരായാലും അവർക്കത് സഹിക്കത്തില്ല. രണ്ട്, ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അവർ അവകാശപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നില്ലെങ്കിലും ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് ചോദിക്കും. അപ്പം കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ഒരാൾ ഉപമുഖ്യമന്ത്രിയായിട്ട് സതീശൻ്റെ കൂടെ ഇരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം എടുത്ത് കളഞ്ഞിട്ട് ചിലപ്പോൾ മുഖ്യമന്ത്രിയെ ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. ഇത് കോൺഗ്രസിന് ഒട്ടും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ നമ്മൾ വെളിയിൽ പറയുന്നത് പോലെ ലീഗും കോൺഗ്രസും ചക്കരയും ഈച്ചയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ലീഗിന്റെ കോൺഗ്രസിന്റെ പല കാര്യങ്ങളോടും യോജിക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ വരികയാണെങ്കിൽ വേറൊരു മന്ത്രിസഭ രൂപീകരിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ CPM പറയുന്ന ആശയങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് യോജിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന പദവികൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ലീഗ് മറുകണ്ഠം ചാടുമെന്നുള്ള കാര്യത്തിൽ വേറെ യാതൊരു സംശയവുമില്ല. നമ്മൾ കുറച്ചുകൂടെ കടന്നു ചിന്തിക്കുകയാണെങ്കിൽ PDP എന്നുള്ള പാർട്ടിയുമായിട്ട് കാശ്മീരിൽ BJP മുന്നണി ഉണ്ടാക്കി ഭരിച്ചിട്ടുള്ള കാര്യം നമ്മൾ
മറക്കണ്ട. കാര്യം ഞങ്ങളൊരു ന്യൂനപക്ഷ സമുദായം എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആരുമായിട്ട് കൂട്ടുകൂടും എന്നുള്ള ഒരു നിലപാടാണ് അവരെടുത്തത്. അതുകൊണ്ട് ലീഗിനെ എങ്ങോട്ട് മറിയണം എന്നുള്ള കാര്യം അവർ തീരുമാനിക്കുന്നതാണ്. പല സീറ്റുകളും വച്ചു മാറാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാനും കോൺഗ്രസുമായിട്ട് സമീപിച്ചിട്ടുണ്ട്. അവിടെ അവരുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ അവർ മത്സരിക്കുന്നതിൽ കുറഞ്ഞത് 20 സീറ്റെങ്കിലും നേടുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് അവർ നിൽക്കുന്നത്. ഇപ്പം BJPയുടെ വിഷനിലുള്ള 10 സീറ്റും ഇവർ 20 സീറ്റും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 30 സീറ്റ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും കൂടെ കിട്ടുന്നത് 110 സീറ്റുകളാണ്. അപ്പം ആര് ഭരിക്കണം എന്നുള്ള തീരുമാനിക്കേണ്ടത് ഈ UDFും LDFും അല്ല എന്നുള്ള അവസ്ഥയിലോട്ട് കാര്യങ്ങൾ ചിലപ്പോൾ മറിയുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ഷനാണ് ഈ വരുന്നത്. അപ്പോൾ ലീഗ് ഇരുമ്പുലക്കൊന്നുമല്ല. മാത്രമല്ല CPMന്റെ കൂടെ CPIയുടെ നിലപാട് എങ്ങനെയാണെന്നുള്ള കാര്യം ഇനി വരാൻ പോകുന്ന സമയങ്ങളിൽ തിരിച്ചറിയേണ്ടതാണ്. കാര്യം ഈ കഴിഞ്ഞ 5 വർഷവും അവർ പലപ്പോഴും കഷായം കുടിച്ച ഒരു രീതിയിലായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മുഖഭാവം നമ്മൾ നോക്കുകയാണെങ്കിൽ. കാനം രാജേന്ദ്രനുമായിട്ടുള്ള ഒരു കാലം കഴിഞ്ഞിട്ട് ബിനോയ് വിശ്വത്തിന്റെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അത്രയ്ക്ക് സൗഹൃദപരമായിട്ടൊരു കാര്യമല്ല. മാത്രമല്ല CPMന്റെ കൂടെ നിന്നിട്ട് CPI ഇതുവരെ വളർന്നിട്ടില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് വെസ്റ്റ് ബംഗാളിലൊക്കെ ക്യാബിനറ്റ് കൂടുന്നത് CPM മന്ത്രിമാർ ചേർന്ന് ക്യാബിനറ്റ് കൂടിയിട്ട് അവിടത്തേക്ക് CPI മന്ത്രിമാരുടെ ഫയലുകൾ വിളിച്ചു വരുത്തുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ PM ശ്രീ പോലുള്ള പദ്ധതികളിൽ അത് കേരളത്തിലും നടപ്പാക്കി എന്നുള്ളത് കാര്യം നമ്മൾ കണ്ടതാണ്. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ അനിയനായിട്ട് കൊച്ചനിയനായിട്ട് ഇങ്ങനെ കൂടെ നടക്കാൻ CPIക്കാർ എത്ര കാലം കാണുന്നു? ദേശീയ തലത്തിൽ സാറ് നോക്കുകയാണെങ്കിൽ ഒരു 60 വർഷത്തിന് മുമ്പ് CPI ദേശീയ തലത്തിൽ ഒരു കോൺഗ്രസിന്റെ എതിരായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായിട്ട് വളർന്നു നിൽക്കുന്ന ഒരു സമയത്താണ് അവർ കോൺഗ്രസ് CPMുമായിട്ട് ചേരാനും കേരളത്തിൽ അധികാരം പങ്കിടാനും തീരുമാനിച്ചതിന് ശേഷം അവരെ കയ്യിലുണ്ടാകുന്ന വെസ്റ്റ് ബംഗാൾ പോയി, ത്രിപുര പോയി, പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലാവർക്കും അവർക്ക് ഈ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും അവർക്ക് MLAമാരും MP മാരും ഉണ്ടായിരുന്നു CPIക്ക്. ബീഹാറിലും മധ്യപ്രദേശിലും പിന്നെ മഹാരാഷ്ട്രയിലും എല്ലാം MLAമാരുണ്ടായിരുന്ന CPMനേക്കാളും വലിയൊരു പാർട്ടിയായിരുന്നു ഒരു സമയത്ത് CPI. അവർ കേരളത്തിൽ അവരെ കൂട്ടുചേർന്നതോടെ അവർ പടവലങ്ങ പോലെ താഴോട്ട് വളർന്ന് തറ മുട്ടാറായി. അവരിനി എങ്ങോട്ട് ചാടുമെന്നുള്ള കാര്യം കൂടെ നമ്മൾ നോക്കണം. അപ്പം ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരുപാട് റീഅലൈൻമെന്റ് നമുക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.